നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് ചെടികൾക്ക് ഒഴിക്കാൻ പറ്റുന്ന ഈ 10 മണി പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കെല്ലാം ഒഴിക്കാൻ പറ്റുന്ന ഒരു വള ലായനിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പഴത്തൊലി ഇട്ട് വെച്ചിട്ട് നേന്ത്രപ്പഴത്തിൻ്റെ ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം വാങ്ങി ആ പഴം കഴിച്ച ശേഷം തൊലി വലിച്ചെറിയരുത്. ഇങ്ങനെയുള്ള ഒരു കുപ്പിയിൽ ഇട്ട് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെക്കണം. നന്നായി അടച്ച് വെച്ചില്ലെങ്കിൽ അതിൽ പുഴുക്കളുണ്ടാകും. അങ്ങനെ അടച്ച് വെച്ച് 1 മാസം വെച്ച ഒരു ലായനിയാണിത്. ഇതിപ്പോൾ ഈ ലായനി നമുക്ക് ഒരു പാത്രം എടുത്ത് ഇങ്ങനെ എടുത്ത് ഈ ബക്കറ്റ് ഇതിലിപ്പോൾ ഒരു 4 ഇരട്ടി 5 ഇരട്ടി വെള്ളം ചേർത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി വെച്ച ശേഷം ഈ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേനൽക്കാലത്ത് ഒഴിക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത്. വേനൽക്കാലത്ത് നമ്മൾ ചെടികൾക്ക് രാസവളം ചേർക്കുന്നത് അധികം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് ഈ ചൂടും അതിന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം ലായനികളാണ് ഏറ്റവും ഉത്തമം. ചെടികൾക്ക് ഒഴിക്കാൻ പറ്റിയത് ഏറ്റവും ഉത്തമം ഇതുപോലെയുള്ള വളലായനികളാണ് ചെടികൾക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള വേസ്റ്റും ഇപ്പോൾ പഴത്തൊലി ആകട്ടെ, നേന്ത്രപ്പഴത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണ മറ്റു പഴങ്ങളുടെ തൊലികളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് ഒരു ലായനി പോലെ ഉണ്ടാക്കി നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാ ചെടികൾക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു ആരോഗ്യത്തോടെ വളർന്നത് നല്ല പൂക്കൾ നന്നായി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ആണെങ്കിൽ രാസവളങ്ങൾ ചേർക്കുകയേ വേണ്ട. രാസവളങ്ങൾ ചേർത്തെങ്കിൽ പിന്നെ അതിൻ്റെ കരിഞ്ഞത് ഒന്നും ഉണ്ടായില്ല. പിന്നെ അത് ചെടിയെ പൂർണ്ണമായി നശിച്ചു പോകും. അതുകൊണ്ട് ഇത്തരം ലായനികളാണ് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലായനിയാണ്. ചിലവുമില്ല. നമ്മളുടെ അടുക്കളയിലുള്ള വേസ്റ്റ് നമുക്ക് പിന്നെ ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇത് പക്ഷേ അടച്ച് വയ്ക്കണം. നന്നായി അടച്ച് വെച്ചില്ലെങ്കിൽ ഇതിൽ പുഴു കയറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അടച്ച് വെച്ചില്ലെങ്കിൽ പുഴു കയറാൻ സാധ്യതയുണ്ട്. അടച്ച് വെച്ചെങ്കിൽ ഇത് എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം. കിട്ടുന്ന പഴത്തൊലികൾ ഒരു പ്ലാസ്റ്റിക് ഡബയിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കുക. അപ്പോൾ അതാണ്. ഇതിൽ ഭക്ഷണ വേസ്റ്റ് അവശിഷ്ടങ്ങളൊന്നും ചേർക്കരുത്. പച്ചക്കറി വേസ്റ്റോ അതെല്ലാം ചേർക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വളലായനിയാണ് ഇത്. കണ്ടോ, ഈ പൂക്കളെല്ലാം നന്നായി പൂക്കളുണ്ടായിക്കൊണ്ട് ഈ ഒരു വളം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ വില കൊടുത്ത് വളങ്ങളും ഞാൻ വാങ്ങാറില്ല ഇപ്പോൾ.